بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് കഴിവിന്റെ പരമാവധി മുഅ്മിനായി, മുസ്ലിമായി, മുഖ്ലിസായി, മുവഹിദായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കണം, അഭിലഷിക്കണം, ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. സർവശക്തനായ അല്ലാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇസ്ലാം എന്ന അള്ളാന്റെ മതം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, എല്ലാവർക്കും അറിയുന്ന ഒരു വാചകമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. നിശ്ചയമായും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം അത് ഇസ്ലാമാണ്. ഈ സമർപ്പണത്തിന്റെ, മോക്ഷത്തിന്റെ, കീഴ്വണക്കത്തിന്റെ മതമാണ് ഇസ്ലാം. കുറച്ചുകാലം നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല നമ്മെ ഈ ഭൂമിയിലേക്ക് നിശ്ചയിച്ചു. മൊത്തം കാലം നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാലം വളരെ ചെറുതാണ്. പരലോകത്തെ ഇഹലോകവുമായി തട്ടിക്കുമ്പോ വെള്ളത്തിൽ ഒരു വിരല് മുക്കിയിട്ട് വിരൽ ഉയർത്തിപ്പിടിച്ചാൽ വിരലിന്റെ അഗ്രഭാഗത്ത് കാണുന്ന തുള്ളിയാണ് സമുദ്രത്തിൽ കൈവിരൽ മുക്കിയിട്ട്, കടലിൽ കൈവിരൽ മുക്കിയിട്ട് കൈ ഇങ്ങനെ പൊക്കിപ്പിടിച്ചാൽ ഈ വിരലിന്റെ അഗ്രഭാഗത്ത് കാണുന്ന വെള്ളത്തുള്ളിയാണ് ഭൂമി, ഇവിടുത്തെ ജീവിതം. ആ സമുദ്രം വരാനിരിക്കുന്ന പരലോകമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എത്ര ഉണ്ട് ദുനിയാവ്? ഇത്രയേ ഉള്ളൂ. അത്ര ചെറുതാണ് ഈ ദുനിയാവ് എന്നാണ് തങ്ങളായ മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ മാക്സിമം ഒരു 60-70 കൊല്ലാണ് ഇവിടുത്തെ ജീവിതം. രോഗങ്ങൾ കൊണ്ട്, അപകടങ്ങൾ കൊണ്ട്, വ്യത്യസ്തമായ കാല വിപത്തുകൾ കൊണ്ടൊക്കെ അതിനു മുമ്പേ ഇഹലോകം വെടിഞ്ഞവർ ധാരാളമുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപൂർവത്തിൽ ചില ആളുകൾ 70ന്റെ മുകളിൽ ജീവിക്കുന്നവരുമുണ്ട്. അത് അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു പ്രത്യേക ആനുകൂല്യമാണ്. അതിന് പ്രത്യേക ചോദ്യവുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറിയ സമയമാണ് നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്നത്. ഈ ലഭിക്കുന്ന സമയം അല്ലാഹു തആല പറഞ്ഞതുപോലെ, ഇഷ്ടപ്പെട്ടതുപോലെ, കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ കണക്കാക്കാനാവാത്ത അനന്തമായൊരു ലോകം, സ്വർഗമാണ് അല്ലാഹു തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതിൽ പ്രവേശിക്കാൻ സർവശക്തനായ റബ്ബിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമുക്ക് അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരെ പ്രവേശിപ്പിക്കുമ്പോൾ നമ്മെയും പ്രവേശിപ്പിച്ച് അല്ലാഹു തൗഫീക്ക് നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ മനുഷ്യർ ദീനിന്റെ പേരിൽ തന്നെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്?
ഒരു ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ദൂരെ നിന്ന് നോക്കി വീക്ഷിക്കുന്ന കാണുന്ന ഒരാൾ ഇസ്ലാമിനെ എങ്ങനെ മനസ്സിലാക്കാനാണ്? നിങ്ങളുടെ ജില്ലയിലെ ചേറ്റുവ എന്ന് പറയുന്ന സ്ഥലത്ത് നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആനക്ക് മതമിളകി ഒരു മനുഷ്യനെ കുത്തിക്കൊന്നിരുന്നു. ചേറ്റുവ നേർച്ച ഹൈന്ദവരുടെ ആഘോഷമൊന്നുമല്ല, അത് ക്രൈസ്തവരുടെ ആഘോഷമല്ല. ഒരു ചേറ്റുവ നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആനക്ക് മതമിളകുന്നു. ആന ഒരു മനുഷ്യനെ കുത്തിക്കൊല്ലുന്നു. ആളുകൾ വെപ്രാളപ്പെട്ട് ഓടുന്നു. സ്ത്രീകളും കുട്ടികളും ഒക്കെ മറിഞ്ഞു വീടുന്നു, മതിൽ എടുത്ത് ചാടുന്നു. ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എന്തിന്റെ പേരില്ല? ഇതൊക്കെയാണ് ഇസ്ലാം എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ആനക്കിപ്പോ നേർച്ച അല്ലെങ്കിൽ മതമിളക, അതൊക്കെ സ്വാഭാവികമാണ്. ഒരു ഖബറുമായി ബന്ധപ്പെട്ട് ആനയെ നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവരേണ്ട ഒരു ആഘോഷം ഇസ്ലാമിൽ ഉണ്ടോ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഒരു ആഘോഷം ഇസ്ലാമിൽ ഇല്ലല്ലോ. അങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിസര പ്രദേശത്ത് നാം സംഘടിപ്പിച്ച പ്രോഗ്രാമുകൾക്ക് മറുപടി പറയുന്ന വലിയ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ പറയുന്നത് ആനയെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആന എന്നത് ഖുർആനിൽ സംസാര വിഷയമാക്കിയ ഒന്നാണ്. ഖുർആനിലും ഹദീസിലും എവിടെയെങ്കിലും ആനയെ കൊണ്ടുവരരുത്, ആനയെ ഉപയോഗിക്കരുത് ഒന്നൊന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാ ഇതിനൊക്കെ വെറുതെ ബഹളം ഉണ്ടാക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ ചോദിക്കുന്നത്. അപ്പൊ ഒരു പാഠം ഇതിൽ നിന്ന് പഠിക്കാനല്ല മുസ്ലിം ഉമ്മത്ത് ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇസ്ലാമിൽ നേർച്ചയുണ്ടോ? ഉണ്ട്. ഇസ്ലാമിൽ നേർച്ചയുണ്ട്, വഴിപാടുകളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അള്ളാന്റെ കൂലി ആഗ്രഹിച്ചിട്ടാവണമെന്ന് മാത്രം. ഈ കാട്ടിക്കൂട്ടലുകളൊന്നും ഇസ്ലാമിലില്ല. ഐച്ഛികമായ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് ചെയ്യുമെന്ന് അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഒരു മനുഷ്യനെടുക്കുന്ന തീരുമാനത്തിനാണ് ഈ നേർച്ച എന്ന് പറയാ. എന്താണ് ഈ നേർച്ച? ഐച്ഛികമായ കാര്യം. ഇപ്പൊ സുന്നത്ത് നോമ്പാ തിങ്കളാഴ്ച, എടുത്ത കൂലിട്ടോ. ഒരാൾ തിങ്കളാഴ്ച നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് കുറ്റമൊന്നും കിട്ടൂല. പക്ഷെ ഒരാൾ പറയാണ് ഞാൻ തിങ്കളാഴ്ച നോമ്പെടുക്കും, അത് ഞാനൊരു നേർച്ച ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എടുക്കൽ നിർബന്ധ. പിന്നെ എടുത്തിട്ടില്ലെങ്കിൽ പ്രായശ്ചിത്തം കൊടുക്കണം. റമദാനിലെ നോമ്പ് നിർബന്ധാണ്, സ്വാഭാവികമായി നിർബന്ധാണ്. പിന്നെ അത് വേറെ പ്രതിജ്ഞ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ ഞാൻ ഒരു 100 പേർക്ക് ഭക്ഷണം കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പക്ഷെ നേർച്ചയാക്കിയാലോ കൊടുക്കൽ നിർബന്ധ. അതാ ഈ നേർച്ച. അത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അതിന് ചില പ്രായശ്ചിത്തങ്ങളുണ്ട്. 10 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 10 ആളുകൾക്ക് വസ്ത്രം കൊടുക്കേണ്ടി വരും. അതിനും സാധ്യമല്ലെങ്കിൽ, ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ തുടർച്ചയായി 3 ദിവസത്തെ നോമ്പെടുക്കണം. ഇതൊക്കെ പ്രായശ്ചിത്താണ്. വെറുതെ തമാശക്ക് ഒരു നേർച്ച ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ ഈ ഏർപ്പാടിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള നേർച്ചയെ പണ്ഡിത ലോകം എതിർക്കുകയാണ് ചെയ്യുന്നത്. ഈ വ്യവസ്ഥ വെച്ചുള്ള, എന്റെ മോൾ പരീക്ഷയ്ക്ക് പാസ്സായാൽ ഞാൻ 1000 രൂപ പള്ളി കൊടുക്കും, അതാണ് ഈ വ്യവസ്ഥ വെക്കാറ്. അത് കറാഹത്ത എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ഹറാമ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നേർച്ച ഞാൻ അള്ളാന്റെ മാർഗത്തിൽ ഒരു 1000 രൂപ പള്ളിക്ക് കൊടുക്കുന്നു, അതിൽ നിങ്ങൾക്ക് നിയ്യത്ത് വെക്കാം, നമ്മുടെ മോളുടെ വിജയത്തിന് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി ഒക്കെ നേർച്ചയാക്കാം, മനസ്സ് വെക്കാം. പക്ഷെ കൊടുത്തോളണം. ഹോസ്പിറ്റലിൽ കിടക്കണ ഉമ്മാക്ക് ശിഫ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ച് ഞാനൊരു പള്ളിയിലേക്ക് 5000 കൊടുക്കാൻ തീരുമാനിച്ചു, കൊടുക്കുമെന്ന് ഉറപ്പിച്ചു. ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചാലും കൊടുക്കണം. അപ്പൊ നമ്മൾ നേർച്ച ഒരു തമാശയായിട്ട് കാണാൻ പാടില്ല. അതോടൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണത്. ഇന്ന് ആളുകളുടെ മനസ്സിൽ നേർച്ച എന്നാണ് എന്താ ഓർമ്മ വരുന്നത്? ചില പൂരോത്സവങ്ങളാണ് നേർച്ച എന്നിട്ട് ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പൊ മിനിഞ്ഞാന്ന് തിരൂര്, മലപ്പുറം ജില്ലയിലെ തിരൂര് പുതിയങ്ങാടി ആനക്ക് മതമിളകി നേർച്ചപ്പറമ്പിൽ ഒരു മനുഷ്യനെ ആന കുത്തിക്കൊന്നു. എന്നിട്ട് ഈ മുസ്ലിം ഉമ്മത്ത് ഉണരുന്നുണ്ട്. ഒരു ഖബറുമായി ബന്ധപ്പെട്ട് ഒരു ഉത്സവം തന്നെ ഇസ്ലാമിലില്ല.
എന്നിട്ടല്ലേ പിന്നെ ഖബർ സിയാറത്താണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഖബർ സിയാറത്ത് ശരിക്കും മനസ്സിലാക്കണം നമ്മള്. സിയാറത്ത് ഇസ്ലാമിൽ ഉള്ളതാണ്. തൃശ്ശൂരിൽ എവിടെയാണോ ഖബർസ്ഥാൻ ഉള്ളത് അവിടേക്ക് നിങ്ങൾക്ക് പോകാം, ഖബറാളിയോട് സലാം പറയാം. ഖബറിന്റെ അടുത്ത് നിന്ന് ദൂരെ നിന്ന് നിങ്ങൾക്ക് ഖബറിൽ കിടക്കുന്ന ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാം, വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാം, നിങ്ങളെ ജേഷ്ഠന് വേണ്ടി ദുആ ചെയ്യാം, അനുജനാണ് ഖബറിലുള്ളത് അവന് വേണ്ടി ദുആ ചെയ്യാം. ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനോട്. അതിന് ഖബറിന്റെ അടുത്ത് വരെ പോകണമെന്നത് നിർബന്ധമുള്ള കാര്യമല്ല. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഖബറിന്റെ അടുത്ത് വരെ പോകണമെന്നുണ്ടോ? ഇവിടുന്ന് ദുആ ചെയ്തൂടെ? നിങ്ങളെ കാറിലിരുന്ന്, നിങ്ങളെ ബസ്സിലിരുന്ന്, നിങ്ങളെ ട്രെയിനിലിരുന്ന്, ഫ്ലൈറ്റിലിരുന്ന്, പള്ളിയിലിരുന്ന്, വീട്ടിലിരുന്ന്, റൂമിലിരുന്നൊക്കെ പ്രാർത്ഥിക്കാം. അള്ളാഹു എന്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്, നമ്മുടെ ഒക്കെ ഉപ്പമാർ പലരും മരണപ്പെട്ടിട്ടുണ്ട്, ഉമ്മമാർ മരിച്ചിട്ടുണ്ട്, ജ്യേഷ്ഠാനികന്മാർ മരണപ്പെട്ടിട്ടുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ മരിച്ചിട്ടുണ്ട്, മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവേ നിനക്കറിയുമല്ലോ അവരെയെല്ലാം. അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, നീ മർഹമത്ത് കൊടുക്കണേ അല്ലാ, അവരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ പോകുന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിപ്പോ ദുആ ചെയ്തു ഖബറിന്റെ അടുത്ത് പോയിട്ടാ. പിന്നെന്തിനാ ഖബറിന്റെ അടുത്ത് വരെ പോകുന്നത്? അത് നമുക്ക് 2 ഗുണം കിട്ടുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ പോയിട്ടും പ്രാർത്ഥിക്കാം അല്ലാഹുവിനോട്, തർക്കമൊന്നുമില്ല. പക്ഷെ ഖബറിന്റെ അടുത്ത് വരെ പോകുന്നത് എന്തിനാണ്? അപ്പൊ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഈ ഖബർ കിടക്കുന്ന ആൾക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യാൻ പാടില്ലേ? പറ്റും. ഞാൻ പറയുന്ന കറക്റ്റുകൾ മനസ്സിലാക്കണം. പക്ഷെ പോകുന്നത് എന്തിനാണ്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് 2 ലാഭമുണ്ട് അതിൽ. എന്താണ് ആ ലാഭം? ഒന്ന്, തുദക്കിറുക്കുമുൽ ആഖിറ, നിങ്ങൾക്ക് പരലോക ബോധം ആ സിയാറത്തിലൂടെ അള്ളാഹു ഉണ്ടാക്കി തരും. നമ്മൾ പരലോകത്തെ കുറിച്ച് ഇങ്ങനെ ഓർക്കും. പടച്ചവനെ, ഈ നടന്നാ പോരല്ലോ, ഇങ്ങനെ ഈ കച്ചവടവും ഈ ബിസിനസ്സും ഈ ഇടപാടുകളും ഈ ക്രയവിക്രയങ്ങളും ഈ ദുനിയാവിന് വേണ്ടിയുള്ള ഓട്ടമാണല്ലോ റബ്ബേ. നേരെ നിസ്കരിക്കാൻ സമയമില്ലല്ലോ, ജമാഅത്തിന് കറക്റ്റ് എത്തുന്നില്ലല്ലോ. അല്ലാഹുവേ, ഒന്ന് നേരെ ദിക്ർ ചെല്ലാൻ സമയമില്ലല്ലോ, ഒന്ന് നേരെ പ്രാർത്ഥിച്ചിരിക്കാൻ നേരം കിട്ടുന്നില്ലല്ലോ, എന്റെ കുട്ടികളുടെ കൂടെ ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ലല്ലോ, എന്റെ കുടുംബവുമായി ഒന്ന് ചേർന്നിരിക്കാൻ പറ്റുന്നില്ലല്ലോ. റബ്ബേ, ഈ ഓട്ടമാണ്. ഈ ഖബറിൽ വന്ന് കിടക്കേണ്ടവനാണല്ലോ ഞാനും എന്ന അർത്ഥത്തിൽ പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഈ സിയാറത്ത് ഓർമ്മപ്പെടുത്തി തരും. അപ്പൊ 2 ഗുണം. ഞാനൊരു ക്ലാസ് പോലെ പതുക്കി എന്ന് പറയുന്നത് 2 ഗുണം. ഒന്ന്, മരണബോധം കിട്ടും സിയാറത്ത് ചെയ്താൽ. 2, പരലോകബോധം കിട്ടും സിയാറത്ത് ചെയ്താൽ. എന്നാ ഈ ആനക്ക് മതമിളകിയ ചേറ്റുവ നേർച്ചക്ക് ഒരു മനുഷ്യൻ മരിച്ചു, മിനിഞ്ഞാന്ന് തിരൂര് ഒരു മനുഷ്യൻ മരിച്ചു. എന്ത് മരണബോധം കിട്ടുക? ആയിരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുക നേർച്ചയുടെ പേരും പറഞ്ഞിട്ട്. എന്നിട്ട് ആനകൾ ഇങ്ങനെ കൊണ്ടുവരിക. തൊട്ടപ്പുറത്ത് മരണക്കിണർ, ഇപ്പുറത്ത് യന്ത്ര ഊഞ്ഞാല്, അപ്പുറത്ത് പട്ടിയുടെ സർക്കസ്. എന്ത് മരണബോധം കിട്ടുക ഈ സിയാറത്തിന്? നിങ്ങൾ പറ, നിങ്ങളെ മനസ്സുകൊണ്ട് ഉത്തരം പറ. തിരിച്ചു പോകുമ്പോ നമ്മുടെ മക്കള് കാറിൽ ഇരുന്നിട്ട് എന്തായിരിക്കും പറയാ? ഉപ്പ, നമ്മൾ സിയാറത്ത് കഴിഞ്ഞ് വരിക, ഉപ്പ നമുക്ക് മരിക്കണ്ടേ, നമ്മൾ ഒന്നുകൂടി ഉഷാറാവണട്ടോ. അത് ചർച്ച ചെയ്യോ? അല്ല, മരണക്കിണറിലെ കാറിന്റെ എണ്ണം, ബൈക്കിന്റെ എണ്ണം, അതിന്റെ സ്പീഡ്, അതിലൊരാണുണ്ടായിരുന്നു, അതിൽ ചെറിയ പെണ്ണുണ്ടായിരുന്നു, ഭയങ്കര ധൈര്യാട്ടോ. അപ്പുറത്ത് 4 പട്ടിക്കുട്ടികളെ വെച്ച് നടത്തുന്ന സർക്കസ് ഉണ്ട്, അതായിരിക്കും ചർച്ച. സാധാരണ നമ്മൾ പോകുന്ന യന്ത്ര ഊഞ്ഞാല് പോലെയല്ല, ഈ പ്രാവശ്യത്തെ കുറച്ച് ഉയരം കൂടുതലായിരുന്നു. ഈ നേർച്ചക്ക് പോയിട്ട് എന്ത് ലാഭമാണ് ഒരു മുസ്ലിമിന് കിട്ടുക? എന്ത് ലാഭം കിട്ടുക? ഈ തിരൂരിൽ യാഹൂ തങ്ങളുടെ നേർച്ചക്കാണ് ഇപ്പൊ ഈ ആനക്ക് മതമിളകി മിനിഞ്ഞാന്നൊരു മനുഷ്യനെ കൊന്നത്. ആളുകൾ ഓടുമ്പോ, ഞാൻ ആ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചു, ആളുകൾ ഓടുമ്പോ റബ്ബേ പടച്ചോനെ അല്ലാ എന്നിട്ടാ ഓടുന്നത്. ഒരൊറ്റ മനുഷ്യനെ അപ്പൊ യാഹൂ തങ്ങളെ വിളിക്കണില്ല. ആളുകൾക്ക് മനസ്സിലായി ആനക്ക് മതമിളകി, ഇനി താങ്കളെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കുക വീഡിയോ യൂട്യൂബിൽ നിന്ന്. യാഹൂ തങ്ങളെ വിളിക്കണ്ട അവിടുന്ന് ആരെങ്കിലും. ആനക്ക് മതമിളകി തങ്ങളെ നേർച്ചക്ക് വന്ന മുഴുവൻ മനുഷ്യന്മാർ ഓടുക, പടച്ചോനെ അല്ലാ യാ റബ്ബേ അല്ലേ? അപ്പൊ ആർക്കും തങ്ങളും വേണ്ട, ഖബറും വേണ്ട, ഒന്നും വേണ്ട, ഓടടാ ഓട്ട. ചേറ്റുവ നേർച്ചന്റെ യൂട്യൂബ് എടുത്ത് നോക്ക്, മതിലൊക്കെ എടുത്ത് ചാടിയാണ് ആളുകൾ. ഈ തോന്നിയാസം അവസാനിപ്പിക്കോ? പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കാണുന്നില്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ നേതാക്കന്മാര്.
സമുദായത്തിന്റെ ലീഡർമാര്, അമീറുമാര്, പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ, വലിയ മുഫ്തികളായി അറിയപ്പെടുന്നവർ എന്നിട്ട് സമൂഹത്തോട് പറയുന്നുണ്ടോ? ഞാൻ കേട്ടു ചില ആളുകളുടെ വീഡിയോ, എന്താ പറയുന്നറിയോ? ഞങ്ങൾ ഇതിനൊന്നും ഉത്തരവാദികളല്ല. ഞങ്ങൾ മുമ്പേ പറയുന്നുണ്ട് ഈ അനാചാരങ്ങളൊക്കെ അവസാനിപ്പിക്കണം. എന്നിട്ട് ആരാപതി ചെയ്യുന്നത്? നമ്മളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ധാര ചെയ്യുന്നത് പിന്നെ ഓരോ പള്ളിയിലും കറക്റ്റ് പറഞ്ഞു കൊടുക്കും, മുസ്ലിം ഈ അർത്ഥത്തിൽ ഒരു നേർച്ചയിലും ഏർപ്പെടരുത് എന്ന് സർവ്വ EK പള്ളിയിലും AP പള്ളിയിലും സംസ്ഥാന പള്ളിയിലും സെലഫി പള്ളിയിലും തബ്ലീഗിന്റെ പള്ളിയിലും ജമാഅത്ത് പള്ളിയിലും എല്ലാ പള്ളിയിലും കറക്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഏത് മുസ്ലിമായി തോന്നിവാസത്തിന് പോവുക? എന്നിട്ട് നമ്മളെല്ലാരും ഇങ്ങനെ കൈ മലർത്തുക, ഞങ്ങൾ ഉത്തരവാദികളല്ല. പിന്നെ ആരാ അവിടെ 10,000-കണക്കിന് മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നു? ഏത് മഹലിത്തെ മനുഷ്യന്മാരാ? പ്രശ്നം ഉണ്ടാകുമ്പോ പത്രത്തിൽ എല്ലാവരും പറയും ഞങ്ങൾ ഉത്തരവാദികളല്ല, ഞങ്ങൾ പണ്ടേ ഈ തോന്നിയാസങ്ങൾക്കൊക്കെ എതിരാണ്. എന്നിട്ട് ആരാ അവിടെ പങ്കെടുക്കുന്നത്? തലയിൽ കുറെ സാധനം വെച്ച് തുള്ളി വരിക, ആണും പെണ്ണും റോഡിൽ നൃത്തമാടുക, ഒരൊറ്റ കുട്ടി മിണ്ടുന്നില്ല. ഇതിപ്പോ നമ്മൾ വേറെ പള്ളിയിൽ പോയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ വരുന്നവർ ഒരുപക്ഷെ ഈ കാര്യത്തെ കുറിച്ച് ബോധമുള്ളവരാവാം. നിങ്ങളെ കുടുംബങ്ങളിൽ ബന്ധുക്കളിൽ ഉണ്ട് ആളുകൾ, അവരെ പഠിപ്പിക്കണം എന്താണ് നേർച്ച. ഖബർ സിയാറത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചത്. ഇതൊക്കെ അള്ളാഹു തആല മുത്തുനബിയുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുന്ന അന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്ന് അവസാനത്തെ നിമിഷമായിട്ട് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹിനോട് പറഞ്ഞത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, റബ്ബേ എന്റെ ഖബറിനെ നീ ഒരു ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് അല്ലാഹ്. അങ്ങനെ ഉണ്ടോ? ഈ ഖുതുബ കേട്ടിട്ട് യാത്രയിൽ സമസ്തന്റെ പള്ളിയിലൊക്കെ മെമ്പർമാരായ ആളുകളൊക്കെ ഈ പള്ളിയിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ മെമ്പർമാർ ഇത്ര വ്യക്താക്കി പറയുന്നത് നിങ്ങൾ പഠിക്കാനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കി. ഇന്നത്തെ ഖുതുബയിൽ ഞങ്ങൾ കേട്ടു ഒരു കാര്യം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുത്തുനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന ആയിഷ ബീവിയുടെ മടി കിടന്നിട്ടാ മരിച്ചത്. ആ സമയത്ത് മരണത്തോട് അടുത്ത സമയത്ത് പറഞ്ഞു, എന്റെ ഖബറിനെ അല്ലാഹുവേ ഒരു ഉത്സവ പറമ്പാക്കി, ഒരു ഉത്സവമാക്കി വിട്ടുകൊടുക്കരുത് റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ. അറബി അറിയില്ലെങ്കിൽ മലയാളമൊക്കെ ചോദിച്ചു നോക്കാലോ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ. എന്താ ഈദ്? ആഘോഷാണ് ഈദ്. അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തജ്അൽ നീ ആക്കല്ല റബ്ബേ, ലാ തജ്അൽ നീ ആക്കല്ല റബ്ബേ ഖബരി എന്റെ ഖബറിനെ ഈദാ ഒരു ഈദായി ഒരു ഉത്സവമായി കൊടുക്കല്ല റബ്ബേ. അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തജ്അൽ ഖബരി വതനൻ യുഅബദ്, റബ്ബേ എന്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് റബ്ബേ. തുറന്നു കൊടുത്താ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അഡ്രസ് പോലും ഇല്ലാത്ത ആളുകളുടെ ഖബർ ഇന്ന് കേരളത്തിൽ ആരാധിക്കണില്ലേ? ഇല്ലേ? അപ്പൊ അള്ളാന്റെ റസൂലിനേക്കാൾ വലിയൊരു മുസ്ലിങ്ങളുടെ നേതാവ് ലോകത്തുണ്ടോ? നമുക്ക് നമ്മുടെ ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ എല്ലാറ്റിനേക്കാളും ഇഷ്ടം ആരോടാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാന്റെ ഖബറെങ്ങാനും ഇന്ന് ഈ കാണുന്ന ഈ നേർച്ച പൂരപ്പറമ്പ് പോലെ തുറന്നിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അള്ളാന്റെ റസൂല് പറയുന്നത്, എന്റെ ഖബറിനെ നീ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് റബ്ബേ. ഇന്നും കൊടുത്തിട്ടില്ല അല്ലാഹ്. ഒരു ചന്ദനത്തിരി പോലും കത്തിക്കാൻ സമ്മതിക്കൂല. ഒരു പച്ച തുണി പോയിട്ട് ഒരു പച്ച നൂല് അവിടെ വിരിക്കാൻ സമ്മതിക്കൂല. ഇതുവരെ, ഫ്യൂച്ചറിൽ എന്താവെന്ന് അറിയില്ല, ഇതുവരെ അള്ളാഹ് സമ്മതിച്ചിട്ടില്ല. കണ്ട സഹാബികൾ പറയാ, നമ്മൾ ഇങ്ങനെ നോക്കുന്നു റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് നബിക്ക് സലാം പറയുന്നു. അത് ഇസ്ലാമിൽ സുന്നത്താണ്. എപ്പോഴും നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അതൊക്കെ അള്ളാഹു പഠിപ്പിച്ചതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നോക്കിയാൽ നമ്മൾ എന്താ കാണുക? ഒരു കർട്ടൻ ഇങ്ങനെ തൂങ്ങി കിടക്കണതാണ്. അതിന്റെ ബാക്കിൽ തന്നെ ചുമരുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിന്റെ ചുമര്. അതിനുള്ളിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉപ്പാന്റെ ഖബർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. നമ്മൾ ആരെങ്കിലും കണ്ടോ ഈ ഖബർ? ഇല്ല. നമുക്ക് അവിടെ ഉണ്ടെന്ന് അറിയാം. കണ്ടതാരാ? സഹാബികള്. അവരെന്താ എഴുതി വെച്ചത്? ഇത് നിങ്ങൾ ചോദിച്ചു നോക്ക്, അന്വേഷിച്ചു നോക്ക്, പഠിച്ചു നോക്കി. യാത്രക്കാർ കുറെ ഉണ്ടാവും ഈ പള്ളിയിൽ. നിങ്ങൾ ചോദിച്ചു, നിങ്ങളെ മഹലിൽ പോയിട്ട് ചോദിക്ക്, റസൂലുള്ളാഹിന്റെ ഖബർ എത്ര ഉയരണ്ട്? ഞാൻ പറയാ, നമ്മൾ മമ്പറത്ത് കണ്ട പോലെ, നാഗൂരിൽ കണ്ടതുപോലെ, ഏർവാടിയിൽ കണ്ടതുപോലെ, അജ്മീറിൽ കണ്ട പോലെ അതേപോലത്തെ ജാറാണ്. നിങ്ങൾ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആരാ കണ്ടത്? ആരാ കണ്ടത്? കണ്ട ഒരാളെ പറയാൻ പറയും. ആരും കണ്ടോന്നില്ല. പിന്നെ അങ്ങനെ പറഞ്ഞു പോവുക.
വീടിന്റെ ചുമരിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, ആ ഒരു പച്ച പുതപ്പിട്ട് ഇങ്ങനെ കെട്ടിപ്പൊന്തിച്ചൊരു കബറ്, പച്ച കളവ് മുത്തുനബിയുടെ പേരിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്റെ പേരിലെങ്ങാനും ഒരാൾ ബോധപൂർവം കളവ് പറഞ്ഞാൽ പിന്നെ ഓനെ കുറിച്ച് ഒരു തർക്കവും വേണ്ട, അവൻ നരകത്തിൽ സീറ്റ് റിസർവ് ചെയ്യപ്പെട്ടവനാണ്. എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും മോമാക്ക പറഞ്ഞു, ഇസ്മായിൽ പറഞ്ഞു എന്നാണ് പറഞ്ഞ സംസാരമല്ല. അള്ളാന്റെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി പറയാണ്, എന്റെ പേരിൽ എങ്ങാനും ആരെങ്കിലും ബോധപൂർവം ഒരു കളവ് പറഞ്ഞാൽ അവന്റെ സീറ്റ് നരകത്തിൽ റിസർവ് ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് ചുമരിൽ തൂക്കിയിട. മുസ്ലിങ്ങളുടെ വീട്ടില് ഖബറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബിയുടെ ഖബറാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പൊക്കിയൊരു, എവിടുന്ന് കിട്ടിയതാ? നെറ്റിൽ കയറി ആർക്കും ഉണ്ടാക്കാം, ഒന്നും വേണ്ട. ആ ഖബറിന്റെ അടുത്ത്, മദീനത്ത് ഖബറിന്റെ അടുത്ത് ഇങ്ങനെ കമ്പി വെച്ചിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് പണ്ഡിതന്മാര്, നിൽക്കുന്നുണ്ട്. മാറി മാറി ഡ്യൂട്ടി എടുക്കും പണ്ഡിതന്മാര്. മെമ്പറൊക്കെ പോകുമ്പോ, നമ്മൾ സിയാറത്തിന് പോകുമ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ എത്ര കൊല്ലായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 20 കൊല്ലായി, 30 കൊല്ലായി, 15 കൊല്ലായി, 10 കൊല്ലായി. നിങ്ങൾ നബിയുടെ ഖബർ കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ആര്? അവിടുത്തെ പണ്ഡിതന്മാര് ആ ഖബറിന്റെ മുമ്പിൽ നിൽക്കണേ. അവിടെ വന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ പൊന്തിക്കുമ്പോ, യാ ഹാജ് റൂഹ് റൂഹ് പോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ പറയണ ഡ്യൂട്ടി എടുക്കുന്ന പണ്ഡിതന്മാരില്ലേ? തെറ്റായ വിശ്വാസമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവിടെ നിൽക്കുന്ന പണ്ഡിതന്മാര് 30 കൊല്ലം, 25 കൊല്ലം, 20 കൊല്ലം അവിടെ നിൽക്കുന്ന ഡ്യൂട്ടിയിൽ. അവരോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ നബിയുടെ ഖബർ കണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല, കാണാൻ പറ്റില്ല. പിന്നെ കണ്ടതാരാ? സഹാബികൾ. അവരെന്താ എഴുതി വെച്ചത് കിതാബില്? റുഫിഅ ഖബറുഹു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബർ, നഹ്വം മിൻ ശിബർ, ഏകദേശം ഒരു ചാണ്. ഒരു ചാണ് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞില്ല, സഹാബികൾ പറഞ്ഞില്ല, ഏകദേശം ഒരു ചാൺ. അതാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ കുറിച്ച് കളവ് പറയാത്ത സ്വഹാബികൾ പറഞ്ഞത് കിതാബിലുള്ളത്. എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ പേരിൽ മുസ്ലിങ്ങളെ, മുഅ്മിനീങ്ങളെ നമ്മൾ ആ ഫോട്ടോ വാങ്ങി തൂക്കിടരുത്. നിങ്ങൾ ഏതെങ്കിലും നബിയുടെ ഖബർ ഒന്ന് യൂട്യൂബിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. എല്ലാ നബിമാരെ ഖബർ വെച്ചാലും തരും ഗൂഗിള് കേട്ടോ. നൂഹ് നബിയുടെ ഖബർ വെച്ച് നോക്കി തരും, യൂസുഫ് നബിയുടെ ഖബർ വെച്ച് നോക്കി തരും, ഇബ്രാഹിം നബിയുടെ ഖബർ വെച്ച് നോക്കി തരും. ആര്? ഗൂഗിളിൽ എല്ലാം കിട്ടും. അതാരെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ കെട്ടിണ്ടാക്കി അതിൽ കയറ്റി വിട്ടാൽ അതായി. നമ്മളെ പേരിൽ വേണമെങ്കിൽ ഇല്ലാത്തതൊന്ന് ഗൂഗിളിൽ കൊടുക്കാം, അതൊക്കെ ചെയ്യാം. അതിനൊക്കെ സോഷ്യൽ മീഡിയയിലും ആധുനിക സംവിധാനങ്ങളിലും ഈ നെറ്റ് സംവിധാനമൊക്കെ നിലനിൽക്കുമ്പോ, ഈ ടെക്നോളജി നിലനിൽക്കുമ്പോ അതിന് സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതിന്റെ അതോറിറ്റിന്ന് പഠിക്കണ്ടേ? അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന മതം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? അല്ലാഹ് ശപിച്ചു അലൽ യഹൂദി വന്നസ്വാറ, ക്രിസ്ത്യാനികളെ ശപിച്ചു, യഹൂദികളെ ശപിച്ചു. എന്താ ഈ രണ്ട് ടീമിനെ വെറുതെ ശപിക്കുക? ഒരു ടീമിനെ അള്ളാഹ് വെറുതെ ശപിക്കൂ? അങ്ങനെ ശപിക്കാൻ അള്ളാന്റെ മതം നമുക്ക് അനുവാദം തരുന്നുണ്ടോ? പിന്നെ അള്ളാഹ് കാരണം കൂടി പറഞ്ഞു തന്നു, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ഈ നസ്വാറാക്കളും യഹൂദികളും ഒരു നബിയുടെ ഖബർ കിട്ടിയാൽ ആരാധന സ്ഥലമാക്കി മാറ്റും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, ഞാൻ അവരെ ശപിച്ചു. അപ്പൊ ഈ പണ്ഡിതന്മാര് പറഞ്ഞു കൊടുക്കുക, ഉസ്താദുമാരൊക്കെ പറഞ്ഞു കൊടുക്കാൻ എന്താ പറയുക? സാധാരണക്കാർക്ക് ഖബർ കെട്ടിപ്പോക്കുക, പച്ചപ്പുറപ്പിടുക ഒക്കെ ചെയ്യുക. പക്ഷെ സാധാരണക്കാരെ ഖബർ പാടില്ല. വലിയ വലിയ മഹത്തുക്കളുടെ ഖബർ, നബിമാരെക്കാളും വലിയ മഹത്തുക്കൾ ആരാ? നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരാളുണ്ടാവും നബിയേക്കാൾ വലിയ മഹത്തുള്ള ആള്? റസൂലുള്ള പറഞ്ഞിരുന്ന എന്താണ്? അള്ളാഹ് ശപിച്ചു, നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കുന്നവരെ അള്ളാഹ് ശപിച്ചു. അതിന് ഉദാഹരണം പറഞ്ഞു, യഹൂദികൾ എങ്ങനെയാണ്, നസ്വാറാക്കൾ എങ്ങനെയാണ്. നിങ്ങൾ സെമിത്തേരി പോയി നോക്കി, ക്രിസ്ത്യാനികളുടെ മാർബിള് പൊട്ടിച്ച്, ടൈൽസ് പൊട്ടിച്ച്, അച്ഛന്റെ പേരെഴുതി, അമ്മയുടെ പേരെഴുതി, കുരിശൊക്കെ നാട്ടി ഉയർത്തി കെട്ടിയിട്ടുണ്ടാവും. അത് സാധാരണ അച്ഛന്റെ ഖബറ, ഓലെ ഫാദറിന്റെ പിന്നെ ഖബറ, ഓലെ അമ്മയുടെ ഖബറ. ഓൽക്കൊരു നബിയുടെ ഖബർ കിട്ടിയാലോ എന്തായിരിക്കും അവസ്ഥ? അതാണ് അള്ളാഹ് പറഞ്ഞത്, ഓലെ ശപിച്ചു. എന്നിട്ട് മുസ്ലിങ്ങളോ കാലാ കിട്ടിയത്. ഞങ്ങൾ കഴിഞ്ഞ മാസം ദ്വീപ് പോയപ്പോ ഇതിലാരല്ലോ, ഇതില് കടലിൽ നിന്ന് കിട്ടിയ ഒരു മനുഷ്യന്റെ കാല്, അതിന് ഖബർ ജാറോ. അപ്പുറത്തെ ദ്വീപിൽ ഈ മനുഷ്യന്റെ കൈയാണെന്ന് സംശയം തോന്നിയത്, അവിടെ വേറെ ജാറോ. രണ്ട് ദ്വീപിലും വരുമാനം, ഇവിടെ കാല്, അപ്പുറത്തെ കൈ. ഞാൻ ഈ ഖുത്ബയിൽ ഇത് പറയുന്നത് എന്തിനാ സുഹൃത്തുക്കളെ? ഇത് ദീനാണ്, ഇത് അള്ളാന്റെ ദീന.
ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് മുനമ്പത്ത് ബീവി, കേട്ടിട്ടില്ലേ? ഈ സന്ദർഭത്തിൽ ഈ ഖബറുമായി ബന്ധപ്പെട്ട് നടന്ന ഉത്സവത്തിലാണ് മിഞ്ഞാന്നൊരു മനുഷ്യൻ മരിച്ചത്. അതുകൊണ്ട് അതിങ്ങനെ പറയുന്നത്. മുനമ്പത്ത് ബീവി എന്ന് കേൾക്കാത്ത ആരാള്? പൊന്നാനിയുമായി ബന്ധപ്പെട്ട്, പുതുപൊന്നാനിയുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് ബീവി. ഇത് ഖബറിനെ കെട്ടിണ്ടാക്കിയ ആളുകൾ എഴുതിയ പുസ്തകത്തിൽ പറയുന്നത് അവരുടെ ഊരറിയില്ല, അവരുടെ പേരറിയില്ല. കടലിൽ നിന്ന് കിട്ടിയ ഒരു മയ്യത്ത്, ഒരു പെണ്ണിന്റെ മയ്യത്ത്, അത് മുസ്ലിമത്താണ് എന്ന് തെളിഞ്ഞത് എങ്ങനെയാണ്? കുപ്പായത്തിന്റെ കൈ നികളുണ്ടായിരുന്നു, ആരും വരുന്നില്ല ഈ ബോഡി കൊണ്ടുപോകാൻ. അതുകൊണ്ട് കടപ്പുറത്തുനിന്ന് കുറച്ച് മാറി ഇപ്പുറത്ത് ഖബറടക്കാൻ തീരുമാനിച്ചു അവിടുത്തെ മുസ്ലിങ്ങള്. അങ്ങനെ ഖബറടക്കി. ഇപ്പൊ എന്റെ പേരെന്താ? ഫാത്തിമത്ത് സുഹറാൻ. ആരിട്ട പേരാ? മീറ്റിംഗ് കൂടിയിട്ട പേര്. അഡ്രസ്സും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഫാത്തിമത്ത് സുഹറാൻ എവിടുന്ന് കിട്ടി? മുസ്ലിങ്ങൾ എല്ലാവരും മീറ്റിംഗ് കൂടി നമുക്കൊരു പേരിടുക, എന്നിട്ട് അവിടെ എഴുതി ഫാത്തിമത്ത് സുഹറ മുനമ്പത്ത് ബീവി. ഇപ്പൊ ആളുകള് കടലിൽ നിന്ന് കിട്ടിയ ഈ മയ്യത്തിനെ പോയിട്ട് അവിടെ പോയിട്ട് പറയാം, എനിക്ക് കുട്ടിയില്ല, എന്റെ മോക്ക് സുഖമില്ല, എന്റെ വാപ്പ ഹോസ്പിറ്റലിലാണ്, രക്ഷപ്പെടുത്തണം. കടലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ കടലിൽ മരിച്ച പെണ്ണിനോടായി പറയണേ. ഇതാണ് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ. ഇത് ദീനാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നു. ഇതാണ് ഇസ്ലാം എന്ന ആളുകൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ആളുകൾ പറയും ഇത് മറ്റുള്ളവരെ ഒരു പരിഹസിക്കുന്ന രീതിയാണ്. നമ്മുടെ വേദിയിലെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ആരുണ്ട് സുഹൃത്തുക്കളെ ഇത് മുസ്ലിങ്ങൾക്ക് സത്യസന്ധമായി പറഞ്ഞു കൊടുക്കാൻ? ആരിത് പറഞ്ഞു കൊടുക്കും? ആരിത് തിരുത്തി കൊടുക്കും? അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഔലിയാക്കന്മാരില്ലാന്നോ? അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരാണ് ഈ ഔലിയാക്കന്മാര്. അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് ചില കറാമത്ത് കൊടുക്കും. അത് ആവർത്തിക്കപ്പെടണമെന്നില്ല, അത് കച്ചവടാക്കാൻ കഴിയില്ല, കിട്ടിയാക്കന്നെ മനസ്സിലാവില്ല ഇതിരിക്കും അള്ളാഹ് തന്ന കറാമത്താണ്. നമ്മളിപ്പോ വീട്ടിലേക്ക് പോകാം, ഇവിടെ നിൽക്കുക, ബസ് കാത്തു നിൽക്കുക, ഒരു വാഹനം കാത്തു നിൽക്കുക, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ വീട് ഇവിടെയാണ്. ഒരു സുഹൃത്ത് ഇവിടുന്ന് വന്നാൽ ഇവിടുന്ന് ഇങ്ങനെ 2 കിലോമീറ്ററോളം വീട്ടിലേക്ക്, ഇതിലെങ്ങനെ വരികയാണെങ്കിൽ 5 കിലോമീറ്റർ ആവും. നമ്മൾ രാത്രി 1 മണിക്ക് 2 മണിക്ക് ഇങ്ങനെ നിൽക്കുക, ഒരു രക്ഷയില്ല, ഇനിയിപ്പോ ഏതായാലും നേരം വിളിക്കേണ്ടി വരും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോ ചിലപ്പോ നമുക്ക് അള്ളാഹു തരുന്ന ഒരു കറാമത്തായിരിക്കും. ഈ മനുഷ്യൻ സാധാരണ ഇങ്ങനെ വിട്ടുപോലെ 2 കിലോമീറ്റർ ഓടിയാൽ മതി, അയാൾ ഇതിലങ്ങോട്ട് വന്നു, അയാളുടെ കാറായിട്ട്, അയാളുടെ ബൈക്കായിട്ട്. അപ്പൊ നമ്മൾ അയാളെ കണ്ടു, അയാൾ നമ്മളെ കണ്ടു, അയാൾ പറയാണ് നിന്റെ ഭാഗ്യം, ഞാൻ സാധാരണ അതിലേ പോവലെ, എനിക്ക് അതാണ് എളുപ്പം, അതാണ് നല്ല റോഡ്, പക്ഷെ ഇന്ന് ഇതിലെ വരണം നിന്റെ മനസ്സ് തോന്നി. ഇത് ചിലപ്പോ അള്ളാഹു അയാൾ കൊടുക്കുന്ന ഒരു ആദരവായിരിക്കും. അത് വിചാരിച്ച് പിറ്റേ ദിവസം പോയിന്നാലോ? ഇതിങ്ങനെ ആവർത്തിക്കപ്പെടണമെന്നില്ലാന്ന്. ഒരു കിണറിൽ ഒരാൾ വീണു, ആ കിണറിന്ന് വെള്ളം ആരും കോരാറില്ല, അതിൽ മോട്ടോർ സംവിധാനം മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് വീട്ടിലൊരാൾ വാശി പിടിക്കുന്നു, ടാങ്കിത്തെ വെള്ളം എനിക്ക് വേണ്ട കുടിക്കാന്, കിണറിന്ന് മുക്കിയിട്ട് തരണം. അയാളോട് വീണിട്ടുണ്ട് ഒരാള്. അങ്ങനെ ബക്കറ്റും കയറൊക്കെ സംഘടിപ്പിച്ചു, കിണറിലിട്ടു. അപ്പൊ അയാൾ അതിൽ പിടിച്ചു, അയാളെ കണ്ടു. ചിലപ്പോ അയാളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു തരുന്ന ചില സബബുകളാണത്. അത് എനിക്ക് കിട്ടിയ കറാമത്താണ്. ഒരിക്കലും ഒരു വെള്ളം കോരാറ് കിണറ്റിലേക്ക് വരാറില്ല, അന്ന് വന്നു, എനിക്ക് കിട്ടിയ കറാമത്താണ്, പിറ്റേന്ന് പോയി ചാടിയാലോ? വിഷയത്തെ അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു താല പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള നല്ല ബുദ്ധി അള്ളാഹു താല പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നിട്ട് ഈ ഖബർ കിടക്കുന്ന ആളുടെ ഒരു സത്യം ചെയ്യുക, യാഹൂദങ്ങളാണ് സത്യം എന്ന് പറയാ, ഇന്ന ഉമ്മാച്ചയാണ് സത്യം എന്ന് പറയാ, ഇന്ന ഷെയ്ഖാണ് സത്യം എന്ന് പറയാ. അള്ളാന്റെ ദീൻ എന്താ പറഞ്ഞത്? മൻ ഹലഫ ബിഗൈരില്ലാഹ്, അള്ളാഹുവിന്റെ പേരിലല്ലാതെ ഒരാൾ സത്യം ചെയ്താൽ ഫഖദ് അശ്റക്, അവൻ ശിർക്ക് ചെയ്തവനാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക, അവൻ ഇസ്ലാം തന്നെ പുറത്തു പോയിനാ. ഇത്ര ഗൗരവമുള്ള കാര്യ. ചില ആളുകൾ ഖുർആൻ പിടിക്കും കേട്ടോ, എന്നിട്ട് പറയും ഖുർആന്റെ നടുവിലെ പേജാണ്, സൈഡത്തെ പേജായാലും എന്താ കുഴപ്പം? അതിന്റെ പ്രത്യേകത ഉണ്ട് ഇസ്ലാമിന്. ഇതൊന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും അല്ല ഇസ്ലാമിലെ സത്യം ചെയ്യുന്ന രീതി. പിന്നെ അള്ളാഹുവാണ് സത്യം. അത് തമാശക്ക് പറയാനും പാടില്ല, ഗൗരവമുള്ള കാര്യത്തിനാണ്. ഒരാള് സഹാബിയുടെ മുമ്പിൽ വെച്ചിട്ട് കഅബയാണ് സത്യം എന്ന് പറഞ്ഞു. സഹാബി ആളെ കൈ കുടിച്ചു. കഅബയാണ് സത്യം എന്ന് പറയാൻ നിന്നെ ആരാ പഠിപ്പിച്ചോന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, പറയാൻ പാടില്ല. റബ്ബുൽ കഅബയാണ് സത്യം എന്ന് പറ. അല്ലെ റബ്ബുൽ കഅബ, കഅബയുടെ രക്ഷിതാവാണ് സത്യം തന്നെ, അള്ളാഹുവാണ് സത്യം. അപ്പൊ കഅബയാണ് സത്യം എന്നല്ല പറയേണ്ടത്, ഉമ്മയാണ് സത്യം എന്നല്ല പറയേണ്ടത്, എന്റെ വാപ്പയാണ് സത്യം എന്നല്ല പറയേണ്ടത്, ഈ ഖബറിൽ കിടക്കുന്ന ഈ മഹാത്മാവാണ് സത്യം എന്നല്ല പറയേണ്ടത്. ഒരു സത്യം ചെയ്യേണ്ട കാര്യമാണെങ്കിൽ വല്ലാഹി അള്ളാഹുവാണ് സത്യം.
ഇത് പോലും ഇസ്ലാമിൽ ഗൗരവമായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജ്യോത്സ്യനെയോ കൈനോട്ടക്കാരനെ സമീപിച്ചാലോ അതുപോലും ഗൗരവമാണ്. പിന്നെ ഖബർ കിടക്കുന്ന ആളോട് പോയിട്ട് ഇങ്ങനെ സങ്കടം പറഞ്ഞിട്ട് അയാള് എനിക്കെന്തോ തോന്നിച്ചു എന്ന് പറഞ്ഞു വരുന്നത് എന്തായിരിക്കും അവസ്ഥ? ഒരു കൈനോട്ടക്കാരനെയോ ഒരു മാരണക്കാരനെയോ അല്ലെങ്കിൽ ഒരു കണക്ക് നോട്ടക്കാരനെയോ ഒരാൾ സമീപിച്ചു, എന്നിട്ട് അയാൾ പറയുന്ന കാര്യം അയാൾ പറയുന്ന കാര്യം സത്യപ്പെടുത്തിയാൽ, ഞാൻ പോയി എന്റെ അനുഭവ അയാൾ പറഞ്ഞതൊക്കെ സത്യമാണ് എന്നൊരാൾ പറഞ്ഞാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി. എന്താ കാഫിറായി എന്നാല്? സത്യത്തെ മറച്ചു വെച്ചവനായി. കാഫിർ എന്ന് പറഞ്ഞാല് ഒരു ഹൈന്ദവ സഹോദരങ്ങളെ ഇന്നോ കാഫിർ എന്ന് വിളിച്ചു എന്ന് പറയും. ആരും വിളിക്കണ്ട. കാഫിർ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കണം. സത്യത്തെ മറച്ചു വെക്കുന്ന ആള്. ഈ പ്രപഞ്ചത്തിന് ഒരൊറ്റ സ്രഷ്ടാവേ ഉള്ളൂ, എന്നിട്ട് കുറെ ദൈവങ്ങൾ ആരാധിക്കുക. അപ്പോ സത്യത്തെ മറച്ചു വെച്ചു. കർഷകൻ എന്താ അറബിയിൽ പറയാ? കാഫിർ എന്നാണ്. വിത്ത് മണ്ണിലേക്ക് ഇട്ട് മൂടുന്നവൻ അറബിയിൽ എന്താ പറയാ? കാഫിർ എന്നാ. പയറിന്റെ വിത്ത് മണ്ണിൽ കിട്ടു, എന്നിട്ട് അതിനെ മണ്ണിട്ട് മൂടി, പിന്നെ അറബിയിൽ പറയാ കാഫിർ എന്നാ. അതിന്റെ അർത്ഥം എന്താ? തോന്നിയ പിന്നെ മറച്ചു വെച്ചാൽ ഈ വിത്തിനെ മറച്ചു വെച്ചു. ഭാഷാർത്ഥം അങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്താ പ്രയോഗിച്ചത്? ഒരാൾ ഒരു ജ്യോത്സ്യനെയോ കണക്ക് നോട്ടക്കാരനെയോ മാരണക്കാരനെയോ സമീപിച്ചിട്ട് അയാൾ പറയുന്നത് സത്യപ്പെടുത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട ഖുർആനിൽ തന്നെ അവിശ്വസിച്ചവനായി മാറി. പിന്നെ ഈ ഖുർആന്റെ ആളാന്ന് പറയാൻ പാടില്ല. ഖുർആനിൽ അവിശ്വസിച്ച ആളായി മാറിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ്. അപ്പൊ നേർച്ച പൂർത്തിയാക്കുക എന്നുള്ളത് വിശ്വാസിയുടെ കടമയാണ്. അതിന് ജാറല്ല, ഇല്ല. അള്ളാഹു അല്ലാത്ത ഒരിടവും തേടി പോകാൻ പാടില്ല. വിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞെന്താ? യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. വിശ്വാസിയുടെ സ്വഭാവം യൂഫൂന ബിന്നദിരി, നേർച്ച പൂർത്തിയാക്കുന്ന ആളാണ്. അപ്പൊ നേർച്ച ഉണ്ടായിട്ടല്ല അങ്ങനെ പറഞ്ഞത്? നേർച്ച പൂർത്തിയാക്കുന്ന ആളായിട്ടാണ് അല്ലാഹു തആല കാര്യം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയത്തെ പഠിക്കുക. ഒരു ഖുതുബക്ക് ഒരു സമയപരിധി ഉണ്ടല്ലോ, അതുകൊണ്ട് വിഷയങ്ങളെ പഠിക്കുക, സത്യസന്ധമായി മനസ്സിലാക്കുക. ഈ കാട്ടിക്കൂട്ടലുകളാണ് ഇസ്ലാം എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. അള്ളാന്റെ പേരിൽ അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പോത്തിനിറക്കുക, തങ്ങളുടെ പേരിൽ പോത്ത്, ബദരീങ്ങളുടെ പേരിൽ പോത്ത്, ആടിനിറക്കുക, മൊയ്തീൻ ശൈഖിന്റെ പേരിൽ പിന്നെ ആണ്ട് നിറച്ചുക, എന്നിട്ട് ആടുമാടുകളെ അറക്കുക. ഇതൊക്കെ എത്ര ക്ലിയർ. ഈ കേരളത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തില് ഏത് മദ്ഹബാ കൂടുതൽ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ഷാഫി മദ്ഹബിന്റെ ആളുകളാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ ഷാഫി മദ്ഹബിന്റെ ആളുകളാണ്. എന്നാ ഈ ഷാഫി മദ്ഹബിന്റെ പണ്ഡിതന്മാരെ എഴുതി വെച്ച ഒരു ഇബാറത്ത് മാത്രമേ ഈ ഖുതുബയിൽ കേൾപ്പിക്കാം. ഈ അറിവിനെ കുറിച്ച്, നേർച്ചയെ കുറിച്ചൊക്കെ പറയുന്നത്. ഒരു ബലി മൊയ്തീൻ ശൈഖിന്റെ പേരിൽ ഇറക്കാൻ എന്താ വിധി? മൊയ്തീൻ ശൈഖിന്റെ പേരിൽ ഒരു നേർച്ചയ്ക്ക് വേണ്ടി ഒരു ആടിനിറക്കുക, ഒരു പോത്തിനിറക്കുക. ഷാഫി മദ്ഹബിന്റെ പണ്ഡിതന്മാര് പറഞ്ഞ ഒരൊറ്റ വാചകം നിങ്ങൾ കേട്ടോളൂ: അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ബലിയറുക്കുക എന്നതിന്റെ വിവക്ഷ അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുക്കുക എന്നതാണ്. പോരാ, ഇനി മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി ആരത് പറയുന്നറിയോ? നിങ്ങള് മഹാനായ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വ്യക്തമാക്കുക, കമൻ ദബഹ, അറുത്തവനെ പോലെ, ലിസ്വനമി അവിസ്വലീബി, ബിംബത്തിന് വേണ്ടി അറുത്തവനെ പോലെ. ചില ആളുകൾ ബിംബത്തിന് വേണ്ടി അറുക്കും. മക്കളെ വരെ പൂജയുടെ ഭാഗമായി കൊന്നവരുണ്ട് ലോകത്ത്. നേർച്ചയാണ് പോലെ കണ്ണില് പൂജക്ക് വേണ്ടി തന്റെ മകനെ, തന്റെ മോളെ ബലി കൊടുക്കുക. അങ്ങനെയുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞ ഇമാം നബവി, കമൻ ദബഹ ലിസ്സനമി അബിസ്വലീബി, ഒരു ബിംബത്തിന് വേണ്ടി അറുക്കുക, അല്ലെങ്കിൽ കുരിശിന് വേണ്ടി അറുക്കുക. ഔലി മൂസ, മൂസാ നബിയുടെ പേരിൽ അറുക്കുക. ഔലി ഈസ, ഈസാ നബിയുടെ പേരിൽ അറുക്കുക. വനഹ്വി ദാലിക്, അതുപോലെയുള്ളതിന്റെ പേരിൽ അറുക്കുക. ഔലിൽ കഅബ, കഅബയുടെ പേരിൽ അറുക്കുക. എന്തൊക്കെ പറഞ്ഞു? നബിയുടെ പേരിൽ ഇറക്കുക, കഅബയുടെ പേരിൽ ഇറക്കുക, കുരിശിന്റെ പേരിൽ ഇറക്കുക, ബിംബത്തിന്റെ പേരിൽ ഇറക്കുക. ഇമാം നബവി പറയാ ഫകുല്ലു ഹാദാ ഹറാം, എല്ലാം ഹറാമാണ്. ക്ലിയർ ആയിട്ട് ഷാഫി മദ്ഹബ് പറഞ്ഞു കൊടുക്കുക, ഇതെല്ലാം ഹറാമാണ്. വലാ തഹല്ലു ഹാദിഹി ദബീഹ, അങ്ങനെയുള്ള അറിവ്
ഹലാലാവുകയില്ല. സബഉൻ കാന ദാബിഹു അറുത്തവൻ മുസ്ലിമൻ ഔ നസ്റാനിയ, മുസ്ലിമാകട്ടെ അറുത്തവൻ ക്രിസ്ത്യാനിയാകട്ടെ. എന്താ പറഞ്ഞത്? എല്ലാം കണക്കാണ്, ഹറാമാണ്. ഇമാം ഷാഫി സംശയത്തിനിടമില്ലാതെ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇമാം ഷാഫിയെ പിന്തുണച്ചവരും ഇതിൽ ഏകോപിച്ചിരിക്കുന്നു. ആരാ പറയുന്നത്? ഇമാം നബവി. എന്നിട്ടാ പിന്നെ പോത്തിന്റെ ബദരീങ്ങളുടെ പേരിൽ ഇറക്കുന്നത്, എന്നിട്ടാ മൊയ്തീൻ ഷേഖിന്റെ പേരിൽ ഇറക്കുന്നത്. കിതാബില്, പള്ളിയിൽ അലമാരിൽ വെച്ച കിതാബില് ശറഹ് മുസ്ലിം ഒക്കെ തുറന്നു നോക്കിയാൽ നമ്മൾ കാണുന്നത് നേരെ തിരിച്ചു വേണം. ക്രിസ്ത്യാനി അറുത്താലും മുസ്ലിം അറുത്താലും ഹറാമാണ്. ഇതിൽ ഇമാം ഷാഫിക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്നുവരെ ലോകത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ട് ആളുകൾ ഈ കാര്യം ചെയ്യാം. ഇനി ഒരാൾ നേർച്ച ആക്കിയാലോ, ഞാനൊരു പോത്തിന് അറുത്തു കൊടുക്കും എന്ന് സാധുക്കൾക്ക് വേണ്ടി ഡേറ്റ് ഒന്നുമില്ല, പ്രത്യേക സമയമൊന്നുമില്ല. അയാൾക്ക് ഇന്ന ദിവസം കൊടുക്കണം തോന്നി കൊടുക്ക, നേർച്ച ആക്കിയാലോ ഇന്നെ കൊടുത്തോളണം. ഉമർ റളിയല്ലാഹു മുസ്ലിം ആകുന്നതിന് മുമ്പ് നേർച്ചയാക്കിയിരുന്നു, ഞാന് മസ്ജിദുൽ ഹറാമിൽ ഒരു ദിവസം എത്തിക്കാപ്പിരിക്കുന്നു. ആര്? ഉമർ റളിയല്ലാഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ പോയിട്ട് ഒരു ദിവസം ഇരിക്കുന്നു നേർച്ചയാക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, കേട്ടോ, ഉമർ റളിയല്ലാഹുവിന്റെ മോൻ റിപ്പോർട്ട് ചെയ്യാണ്, അന്ന ഉമറ, തീർച്ചയായും ഉമർ റളിയല്ലാഹു അൻഹു, എന്റെ വാപ്പ ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, ഉമർ റളിയല്ലാഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആര്? ഉമർ ഖത്താബ് റളിയല്ലാഹു ചോദിക്കുകയാണ്, കുൻതു നദർതു ഫിൽ ജാഹിലിയ, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു നേർച്ചയാക്കിയിട്ടുണ്ട്, അൻ അഅ്തകിഫ ലൈലതൻ ഫിൽ മസ്ജിദിൽ ഹറാം, ഒരു ദിവസം രാത്രി മസ്ജിദുൽ ഹറാമിൽ ഇത്തികാഫ് ഇരിക്കണമെന്ന്. ഖാല, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിം ആയതിനു ശേഷം പോയി ചോദിക്കണൊക്കെ, വഔഫി ബിനദിരിക്, പോയിട്ട് പൂർത്തിയാക്കുക നിന്റെ നേർച്ച. കണ്ടോ എന്റെ അർത്ഥം എന്താണ്? നേർച്ച വെറുതെ ഇങ്ങനെ പറയാൻ പാടില്ല. ഒരു കാര്യം പറഞ്ഞാൽ അത് പൂർത്തിയാക്കണം. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയെ, എന്റെ ഉമ്മ ഒരു പ്രത്യേക കാര്യം നേർച്ചയാക്കിയിട്ടുണ്ട്, ഉമ്മ മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ പൂർത്തിയാക്കൂ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 6698 ഹദീസിൽ കാണാം. 6690. എന്റെ ഉമ്മ ഒരു നേർച്ച ചെയ്തിട്ടുണ്ട്, ഉമ്മ മരിച്ചുപോയി, നബിയെ ഞാൻ എന്ത് ചെയ്യണം? താങ്കൾ പൂർത്തിയാക്കിക്കോളൂ. കണ്ടോ? അപ്പൊ ഒരു തമാശക്കളിയല്ല നേർച്ച. ഈ നേർച്ചയെ കൊണ്ടുപോയിട്ടാണ് ഉത്സവാക്കി, ആനക്ക് മതമിളകി, ആ പാപ്പാനെ കുത്തിക്കൊന്ന് ആളുകൾ നെട്ടോട്ടം ഓടി, ആ ദീനിന്റെ പേരിൽ കാട്ടിക്കൂട്ടലുകൾ നടത്തി തോന്നിവാസങ്ങൾ അരങ്ങേറുന്നത്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തെ ഒരു ഖുത്ബയിൽ വിശദമായി പറയാൻ സാധ്യമല്ല. ചിന്തിക്കുന്നവർക്ക്, ആലോചിക്കുന്നവർക്ക് സൂചനാപരമായി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നദ്റ ഇല്ലാ ഫീമാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ വജഹും കാംക്ഷിച്ചുകൊണ്ടല്ലാത്ത ഒരു നേർച്ചയും ഇല്ല. നേർച്ച ഉണ്ട് ഇസ്ലാമിൽ. എങ്ങനെയാണ്? അതായത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. എന്നാൽ ഉള്ളത് അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട്, അവന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അവന്റെ വജഹ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ചെയ്യേണ്ട ഒന്നാണ്. അല്ലാത്ത നേർച്ച ഇസ്ലാമിലില്ല. അപ്പൊ ഒരാള് അറിവില്ലാത്തത് കൊണ്ട് ഇന്ന ജാറത്തിലേക്ക് ഞാൻ ഒരു ആടിനെ കൊടുക്കുമെന്ന് നേർച്ചയാക്കി. അപ്പൊ ഞാൻ ഇപ്പൊ മനസ്സിലായി ശരിയല്ല, വീട്ടണോ വീട്ടണ്ട. അതാ പറഞ്ഞ അള്ളാന്റെ കൂലി ആഗ്രഹിക്കുന്നത് മാത്രമാണ് ഇസ്ലാമിൽ നേർച്ചയായിട്ടുള്ളത്. ഞാൻ ഏതായാലും വന്ന് ജാറത്തിലേക്ക് ഒരു ആടിനെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? കൊടുക്കാൻ പാടില്ല, കാരണം ശിർക്ക് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ജാറുണ്ടാക്കാനുള്ള പിരിവുണ്ടായിരുന്നു, അതിലേക്ക് ഞാനും റെസിപ്റ്റ് എഴുതിയിട്ടുണ്ട്, ഒരു 5000 ഞാനും തരാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, കൊടുക്കരുത്. കാരണം അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഏർപ്പാടാണ്. നിങ്ങൾ ഒരാൾക്ക് നേർച്ചയാക്കി കള്ളുടിക്കുന്ന ഒരാൾക്ക് പൈസ തരാൻ കുടിച്ചോട്ടെ പറ്റുമോ? ഓനെങ്ങനെ എന്നും നിങ്ങൾ കാശ് കൊടുക്കും? ഓൻ പോയിട്ട് നമ്മൾ അറിയാതെ കള്ളുടിക്കുക നമ്മളെ കുറ്റല്ല.
നമുക്ക് മനസ്സിലായി നമ്മളൊന്ന് പൈസ വാങ്ങിയിട്ട് നേരെ കള്ളിഷപ്പൊക്കെ പോണത്, എന്നാ കൊടുക്കണ്ട, ഓന്റെ വീട്ടിൽ വല്ല അരിയും വാങ്ങി കൊടുക്കും. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിക്കുന്ന വിഷയത്തിൽ മാത്രമാണ് നേർച്ച. അള്ളാഹ് തൃപ്തിപ്പെടുന്ന വിഷയത്തിൽ മാത്രമാണ് നേർച്ച. അല്ലാത്ത ഒരു നേർച്ചയും ഇസ്ലാമിലില്ല. ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. സർവശക്തനായ അള്ളാഹു കൂടുതൽ പഠിക്കാനുള്ള സൗഭാഗ്യം, കൂടുതൽ പഠിക്കാനുള്ള സന്മനസ് സർവശക്തനായ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്താണ് ഇസ്ലാമിൽ ഉള്ളത്, ഏതാണ് ഇല്ലാത്തത് എന്ന് വേർതിരിച്ചു പഠിക്കാനുള്ള കഴിവും പ്രാപ്തിയും സർവശക്തനായ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കടുത്ത ശിർക്കിലേക്കും കടുത്ത കുഫറിലേക്കും ഞങ്ങളെ വഴി നടത്താതെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾക്ക് തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാകാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ പേര് പറഞ്ഞ്, അള്ളാഹുവേ, നിന്റെ മതത്തിന്റെ പേര് പറഞ്ഞ് ഒരുപാട് വൃത്തികേടുകൾ ലോകത്ത് നടക്കുമ്പോ തിരുത്താനും തിരുത്തി അത് സമൂഹത്തെ ഓർമ്മപ്പെടുത്താനും ഇത് ശരിയല്ലെന്ന് പ്രഖ്യാപിക്കുവാനുമുള്ള സന്മനസ് പണ്ഡിതന്മാർക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനർ റിയാ അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനൻ നിഫാഖ് അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനശ് ശിർക്ക് വൽ കുഫർ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.